ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് 20 വർഷം ഒരു വിവരവുമില്ലാതെ അകന്നു കഴിയേണ്ടി വരുന്നു. അവരെ ഒന്നുകൂടി കാണാൻ നിങ്ങൾ എന്തു ചെയ്യും? എവിടം വരെ പോകും? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അങ്ങനെയൊരു അവിശ്വസനീയമായ കഥയാണ്. പ്രണയത്തിനു വേണ്ടി ഒരു ഭൂഖണ്ഡം തന്നെ താണ്ടിയ ഒരു സ്ത്രീയുടെ കഥ. ഇതാണ് ഇസബൽ ഗോഡിന്റെ ജീവിതകഥ. ശരിക്കും ഇത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും അല്ലേ? നമ്മൾ സ്നേഹിക്കുന്നവർക്കു വേണ്ടി എത്ര ദൂരം വരെ പോകും? ഈ ഒരു ചോദ്യത്തിലാണ് ഇസബൽ ഗോഡിന്റെ അസാധാരണമായ ആ യാത്രയുടെ മുഴുവൻ ഉത്തരവുമുള്ളത്. അപ്പോ ശരി, നമുക്ക് ഈ ഇതിഹാസ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. നമുക്കാദ്യം നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ധീരയായ ഇസബെല്ലിനെയും അവരുടെ പ്രിയ ഭർത്താവ് ജീനിയെയും. ഇസബെല്ല് ഒരു ഫ്രഞ്ച് വനിതയായിരുന്നു. ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അവരുടെ ഭർത്താവ് ജീൻ. അവർ ഒരുമിച്ച് ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് ഒരു പുതിയ ഭൂഖണ്ഡത്തിലേക്ക്, അതായത് സൗത്ത് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ശാസ്ത്രവും സാഹസികതയുമൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഇക്വഡോറിലായിരുന്നു അവർ തങ്ങളുടെ സ്നേഹം നിറഞ്ഞ വീട് കണ്ടെത്തിയത്. അവിടെ ഇക്വഡോറിൽ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. സ്നേഹം നിറഞ്ഞൊരു ദാമ്പത്യം, സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം. പക്ഷേ വിധിക്ക് അവർക്കായി കാത്തുവെച്ചതു മറ്റൊന്നായിരുന്നു. ഒരു ജോലി സംബന്ധമായ ആവശ്യത്തിന് ജീനിന് ദൂരേക്ക് പോകേണ്ടി വന്നു. കുറച്ചാഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ, അതിനപ്പുറം നീളില്ല എന്ന് കരുതിയ ആ വേർപാട് പക്ഷെ നീണ്ടുപോയത്, വിശ്വസിക്കാനാവുമോ, നീണ്ട 20 വർഷത്തേക്കാണ്. 2 പതിറ്റാണ്ടിന്റെ ഒരു നീണ്ട നിശബ്ദത. 20 വർഷം, അതൊരു ചെറിയ കാലയളവല്ല അല്ലേ? പക്ഷെ അത്രയും കാലം കഴിഞ്ഞിട്ടും തന്റെ ജീനിനെ വീണ്ടും കാണാനുള്ള ആഗ്രഹം ഇസബെല്ലിന്റെ മനസ്സിൽ ഒരു തീയായി കത്തിക്കൊണ്ടിരുന്നു. ആ ഒരൊറ്റ ആഗ്രഹമാണ്, ആ തകർക്കാനാവാത്ത സ്നേഹമാണ് അവളൊരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ആ തീരുമാനം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അവനെ കണ്ടെത്താനായി അവൾ ഒരു ഭൂഖണ്ഡം മുഴുവൻ യാത്ര ചെയ്യും. അങ്ങനെയാണ് അവളുടെ കഥയിലെ ഏറ്റവും അപകടം നിറഞ്ഞ അധ്യായം തുടങ്ങുന്നത്. അവളുടെ ധൈര്യത്തെയും സഹനശക്തിയെയും എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കാൻ പോകുന്ന ഒരു യാത്ര. അവളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി കടന്നുപോയിരുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരിടത്തുകൂടിയായിരുന്നു. പറഞ്ഞുവരുന്നത് വിശാലവും നിഗൂഢവുമായ ആമസോൺ മഴക്കാടുകളെക്കുറിച്ചാണ്. അന്ന് പുറം ലോകത്തിന് ഏതാണ്ട് പൂർണ്ണമായും അജ്ഞാതമായിരുന്ന ഒരു ലോകം. അവർ ആ കാട്ടിലേക്ക് കാലെടുത്തുവെച്ച് നിമിഷം മുതൽ ആമസോൺ അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി അവരെ നേരിട്ടു. ഒന്നാലോചിച്ചു നോക്കൂ, നിർത്താതെ പെയ്യുന്ന മഴ, വെള്ളപ്പൊക്കം, എവിടെ നിന്നാണ് വരുന്നതെന്നറിയാത്ത അപകടകാരികളായ മൃഗങ്ങൾ, കയ്യിലുള്ള ഭക്ഷണം തീർന്നുപോകുന്നു, കൂടെയുള്ളവർക്ക് ഓരോരുത്തർക്കായി രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു, വഴി തെറ്റുന്നു. അതൊരു പേടി സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതുപോലെയായിരുന്നു. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിറ്റുപോയതെന്നോ? ഒരു ചെറിയ സംഘത്തോടൊപ്പമാണ് യാത്ര തുടങ്ങിയത്. പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഘത്തിൽ അസുഖം പടർന്നു. ആഴ്ചകൾ കൊണ്ട് കൂടെയുണ്ടായിരുന്നവർ ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. അധികം വൈകാതെ ആ യാത്രാസംഘം തന്നെ ഇല്ലാതായി. പലരും അവളെ ഉപേക്ഷിച്ചു പോയി. അവസാനം ആ ഭീകരമായ കാടിന്റെ നടുവിൽ ഇസബൽ ഒറ്റയ്ക്കായി. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും ഹൃദയഭേദകമായ ഭാഗമാണ്. ഇസബൽ ആ ഭീമാകാരമായ കാട്ടിൽ പൂർണ്ണമായും ഒറ്റയ്ക്ക് അതിജീവനത്തിനായി പോരാടിയ ആ ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും കുറിച്ച്. 1. വെറുമൊരു സംഖ്യ. പക്ഷേ ഈയൊരു സംഖ്യയിൽ അവളുടെ അവസ്ഥയുടെ മുഴുവൻ ഭീകരതയുമുണ്ട്. സഹായിക്കാനാരുമില്ല, കൂട്ടിനാരുമില്ല. അവൾ, പിന്നെ ആ വലിയ കാടും, അത്രമാത്രം. ഒന്ന് ആലോചിച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും വലിയ കാടിനെതിരെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക്. കയ്യിൽ കിട്ടുന്ന കാട്ടുപഴങ്ങളും ചെറിയ ജീവികളുമായിരുന്നു അവളുടെ ഭക്ഷണം. ഓരോ ദിവസവും അവൾ അതിജീവനത്തിനായി പോരാടി. പക്ഷെ അതൊരു ശാരീരികമായ പോരാട്ടം മാത്രമായിരുന്നില്ല. അവളുടെ മനസ്സിനെ തളർത്താതിരിക്കാനുള്ളൊരു വലിയ യുദ്ധം കൂടിയായിരുന്നു അത്. ഓരോ ദിവസവും ഒരു പുതിയ വെല്ലുവിളിയായിരുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനുമായി അവൾ നിർത്താതെ അലഞ്ഞു. വിഷമുള്ള പ്രാണികളുടെയും മറ്റു ജീവികളുടെയും കടിയേറ്റ് ശരീരം വേദനിച്ചു. എപ്പോൾ വേണമെങ്കിലും പിടികൂടാവുന്ന അസുഖങ്ങളെ അവൾ ഭയന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറം അവളെ ഏറ്റവും തളർത്തിയത് ആ ഒറ്റപ്പെടലായിരുന്നു. ആ നിരാശയോടായിരുന്നു അവൾക്ക് ഏറ്റവും വലിയ പോരാട്ടം നടത്തേണ്ടി വന്നത്. ശരീരം തളർന്നുപോയിരുന്നു. പക്ഷേ അവളുടെ മനസ്സ്, അത് ഒരൊറ്റ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു. അപ്പോൾ എന്തായിരുന്നു വിവരിക്കാൻ പോലും പറ്റാത്ത ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അവളെ മുന്നോട്ടു നയിച്ച ആ ശക്തി? ഉത്തരം വളരെ ലളിതമാണ്. തന്റെ പ്രിയപ്പെട്ട ജീനിനെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷ. ആ ഒരൊറ്റ ചിന്തയായിരുന്നു ഓരോ വേദന നിറഞ്ഞ ചുവടുവെക്കാനും അവൾക്ക് ഇന്ധനമായത്.
അങ്ങനെ എല്ലാം അവസാനിച്ചു എന്നവൾ കരുതിയ ഒരു നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചു. അവളുടെ യാത്രയിലെ ആ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് നമ്മളിനി പോകുന്നത്. മാസങ്ങൾ നീണ്ട ആ ഭീകരമായ നിശ്ശബ്ദതയ്ക്കു ശേഷം ഒരു ദിവസം അവൾ ആ ശബ്ദം കേട്ടു. ഇനിയൊരിക്കലും കേൾക്കില്ലെന്ന് വിചാരിച്ചൊരു ശബ്ദം. ഒരു മനുഷ്യന്റെ ശബ്ദം. മരണത്തോട് മല്ലിട്ട് അവശയായി കിടന്ന അവളെ ആ കാട്ടിലെ ഒരു കൂട്ടം തദ്ദേശവാസികൾ കണ്ടെത്തുകയായിരുന്നു. അവിടെയാണ് നമ്മൾ മനുഷ്യത്വത്തിന്റെ ഏറ്റവും മനോഹരമായ മുഖം കാണുന്നത്. ആ നല്ല മനുഷ്യർ അവളെ രക്ഷിക്ക മാത്രമല്ല ചെയ്തത്, അവർ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അവൾക്ക് വേണ്ട ഭക്ഷണവും പരിചരണവും നൽകി. എല്ലാത്തിനുമുപരി ദയ നൽകി. ആ കാടിന്റെ ക്രൂരത അനുഭവിച്ചറിഞ്ഞവൾക്ക് ആ മനുഷ്യരുടെ സ്നേഹം ഒരു മരുന്നുപോലെയായിരുന്നു. അപ്പോ അവളുടെ ആ ഭീകരമായ യാത്രയുടെ അവസാനത്തിലേക്കും, പക്ഷെ ഒരിക്കലും അവസാനിക്കാത്ത അവളുടെ പാരമ്പര്യത്തിന്റെ തുടക്കത്തിലേക്കും നമുക്ക് പോകാം. അങ്ങനെ ഒടുവിൽ നീണ്ട 20 വർഷത്തെ വേർപാടിനു ശേഷം, അസാധ്യമെന്ന ലോകം കരുതിയൊരു യാത്രയ്ക്ക് ശേഷം ആ നിമിഷം വന്നെത്തി. ഇസബൽ തന്റെ പ്രിയപ്പെട്ട ജീനിനെ വീണ്ടും കണ്ടുമുട്ടി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ കണ്ടുമുട്ടലിലെ വികാരങ്ങൾ നമുക്കത് സങ്കൽപ്പിക്കാൻ മാത്രമേ കഴിയൂ. അപ്പോ എന്തുകൊണ്ടാണ് ഇസബൽ ഗോർഡന്റെ കഥ ഇന്നും നമ്മളെ ഇത്രയധികം പ്രചോദിപ്പിക്കുന്നത്? കാരണം അത് അതിജീവനത്തിന്റെ ഒരു പ്രതീകമാണ്. എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനുഷ്യന്റെ മനക്കരുത്തിന്റെ തെളിവ്. അത് പ്രണയത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. സ്നേഹത്തിനു വേണ്ടി ഒരാൾക്ക് എന്തെല്ലാം സഹിക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണം. എല്ലാത്തിനുപരി അത് പ്രതീക്ഷയുടെ ഒരു വലിയ പ്രചോദനമാണ്. ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലും ഒരു പ്രതീക്ഷയുടെ തിരുനാളം നമ്മെ മുന്നോട്ട് നയിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ. ഇസബലിന്റെ ഈ അവിശ്വസനീയമായ കഥ ഇവിടെ തീരുമ്പോൾ അത് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ശക്തി എന്താണ്? അത് ഇസബലിനെ നയിച്ചതുപോലെ സ്നേഹമാണോ, അതോ പ്രതീക്ഷയാണോ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെയുള്ള അചഞ്ചലമായ ഒരു വിശ്വാസമാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.